ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കുന്നത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആണ്. അപ്പോഴാണ് ഇപ്പോൾ ഒരു ന്യൂസ് കേട്ടത്, നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നെന്ന്. ആ കോമ്പറ്റീഷൻ നടക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ ഡേക്കാണ്. ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ ഡേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ജോലി സ്ഥലത്ത് ഇന്ന് എന്തോ ഒരു പ്രശ്നം പറ്റി. ജോലി സ്ഥലം ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടുത്തെ ജോലിയൊക്കെ ഞാൻ റിസൈൻ ചെയ്തു. ഇപ്പോൾ എനിക്ക് പേഴ്സണൽ സർവീസ് ഉണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് സീക്രട്ട് സ്പൈ ആയിട്ടാണ്. ഇതെൻ്റെ പുതിയ റോയൽ എൻഫീൽഡാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിലാണ്. കാരണം അവിടെ ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതെന്നാണ് ഇപ്പോൾ കേട്ടത്. ഞാനിപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തി. എന്തൊക്കെയുണ്ട് വിശേഷം? സോമൻ സാറേ, കുഴപ്പമില്ലല്ലോ, സുഖമല്ലേ? ഫ്രാങ്ക്ലിന് കുഴപ്പമില്ല. അയ്യോ, ഞാൻ ഫ്രാങ്ക്ലിൻ അല്ല, ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. എന്തിനാടോ ഹെൽമെറ്റ് ഊരി അവിടെ ഇട്ടേ? അയ്യോ സോറി സാറേ, ഇത് ഞാൻ വെടി വെച്ച് കൊണ്ടുപോകാം. നീ എന്തു കാണിക്കുന്നേ? പൊട്ടത്തരം കാണിക്കാതെ പോടാ അവിടുന്ന്. ഓ ശരി സാറേ. അല്ല, എന്തിനാ എന്നെ വിളിച്ചത്? നമ്മുടെ ഇനാഗുറേഷനാണ്, നമ്മുടെ സിറ്റിയുടെ ഇനാഗുറേഷൻ അല്ലേ, പുതിയ സിറ്റിയുടെ. അതെ സാർ, ഇന്ന് എത്ര മണിക്കാണ്? ഇന്ന് 5 മണി, 6 മണി, 7 മണി, 8 മണിയൊക്കെ ആവും. എത്രയും ടൈം വേണോ അത്? അല്ല, അതിൻ്റെ തുടക്കം 6 മണിയൊക്കെ ആവുമായിരിക്കും, അല്ലെങ്കിൽ 5 മണിയൊക്കെ ആവുമായിരിക്കും. PM ആണ്, നോട്ട് AM. അത് ഞാൻ സാറേ. അപ്പോൾ നീ എന്തോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് നന്നായിട്ടൊന്ന് ഒരുങ്ങണം. നിൻ്റെ കയ്യിൽ പോലീസോ സെക്യൂരിറ്റിയുടെയോ MVAയോ സൂപ്പർ സ്പൈയുടെയോ ഒക്കെ നമ്മുടെ ഡ്രസ്സില്ലേ, നമ്മുടെ മിലിറ്ററിക്കാരൻ്റെ ഒരു ഹുഡി, അതെടുത്തിട്ടുകൊണ്ട് നീ ഞങ്ങളുടെ IVD 3 ഞാൻ പറയുന്ന സ്ഥലം ഗാർഡ് ചെയ്യണം. അവിടെ ചിലപ്പോൾ GTA 5 ആറ്റം ബോംബ് ഇടാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ചാവത്ത് പോകത്തില്ലേ? അയ്യോ, നീ ചാവത്തില്ല. നിൻ്റെ അടുത്ത് AK-47 പിടിച്ച് എന്നെപ്പോലെ നിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. ശരി സാറേ, അപ്പം ഞാൻ നിൽക്കാം. അപ്പോൾ ഇപ്പം എനിക്കെന്തോ പണി? ഇപ്പം നീ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വാ, രാവിലെ തൊട്ട് തന്നെ ഡ്യൂട്ടി ഉണ്ട്. ശരി സാർ. അല്ല, ആരാ ബോംബ് ഇടുന്നത്? നമുക്കിപ്പോഴേ ഫോൺ ടാപ്പ് ചെയ്ത് തന്നു നിൻ്റെ കൂട്ടുകാരൻ സുഗണൻ. എന്ത് ടാപ്പ്? ആഴെ ഫോൺ? ട്രെവർ മൈക്കിളിനെ വിളിക്കുന്നത്. അവർ പറയുന്നത് ഫ്രാങ്ക്ലിനെ കൊണ്ടുപോയി അവിടെ ബോംബ് സ്ഫോടനം നടത്താനാണ്. ഓ ശരി സാറേ, അപ്പം ഞാൻ റെഡിയായിട്ട് നേരത്തെ തന്നെ ജോലിക്ക് വരാം. അല്ല, ഇതിൻ്റെ മേളിൽ ഡ്രസ്സ് ഉണ്ടോ? ഇതിൻ്റെ മേളിൽ ഡ്രസ്സുണ്ട്, പോയി ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. ശരി സാറേ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഒരു പോലീസ് സൂപ്പർ സ്പൈ. നമ്മളൊരു സൂപ്പർ സ്പൈ ആണ്. ഒരു പോലീസ് സ്പൈ, ഡിറ്റക്റ്റീവ്, സെക്യൂരിറ്റിയുടെ ഒക്കെ ഡ്രസ്സുകളുണ്ട്. ഒരു മിലിറ്ററിക്കാരൻ്റെ കൂടി. ഇതാണ് സാർ. അപ്പം ഞാൻ പറയുന്നത്, നീ നമ്മുടെ ഇവിടെ ഒരു വലിയ എക്സ്പെരിമെൻറ്റ് നടക്കുന്ന ഗൈസ്. നമ്മുടെ നാടിനെ ഭയങ്കര പണക്കാരാക്കാനും നല്ല ഇൻകവും പ്രോഫിറ്റും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് നടക്കുന്നുണ്ട്. അവിടെ നീ സ്പെഷ്യൽ ഗാർഡായിട്ട് നിൽക്കണം. ഓക്കെ സാർ. ഏതാണ് അതിൻ്റെ ലൊക്കേഷൻ അയച്ചു തരുമോ? അയച്ചു തന്നേക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി നമ്മുടെ നാടിനെ വലുതാക്കുവാണ്. GTA 5-നെക്കാട്ടിയും. GTA 5 ഫ്രാങ്ക്ലിൻ ഇപ്പോൾ അലേർട്ടായിട്ടുണ്ട്. അയാൾ ഏത് സമയം വേണമെങ്കിലും നമ്മുടെ നാട്ടിലോട്ട് വരാം. എന്താണിത്? ഗ്ലിച്ച് അടിച്ച നാടാണ്. നമ്മുടെ ഗ്ലിച്ചൊക്കെ മാറ്റാനാണ് പുതിയ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. അപ്പോൾ ഗ്ലിച്ച് മാറ്റാനുള്ള എക്സ്പെരിമെൻ്റ് ഇപ്പോൾ അങ്ങോട്ട് എവിടെയോ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ എൻ്റെ റോയൽ എൻഫീൽഡിന് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ട് എത്ര ഇടിച്ചാലും ഗ്ലിച്ചൊന്നും പറ്റത്തില്ല. അതാണ് എൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് നമ്മുടെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിലാണ്. ആ ബിൽഡിങ് ഇതാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക. ഇതല്ല ഗൈസ്. പകരം ഏകദേശം ഈ ബിൽഡിങ്ങൊക്കെ കുഞ്ഞു ബിൽഡിങ്ങാണ്. ഇതാണ് ഗൈസ്. ഇത് നമ്മുടെ മേസ് ബാങ്കിനെക്കാട്ടിയും അത്യാവശ്യം ഇച്ചിരിയും കൂടി നീളമുണ്ട്. നമ്മുടെ GTA 5 ഒരു ബാങ്ക് ഉണ്ടല്ലോ, മേസ് ബാങ്ക്. ഇവിടെ നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട്. ഇത് ബ്ലാക്ക് മാർക്കറ്റുമാണ്. നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലവുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെ പാർക്ക് ചെയ്യണം? നമുക്ക് തൽക്കാലം ഇവിടെ. ഓക്കെ, പാർക്ക്. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്നെ സെക്യൂരിറ്റി ആയിട്ട് നിയമിച്ച് നമുക്ക് നോക്കി നോക്കാവേ. ഗണ്ണെടുത്ത് പിടിച്ചേക്കാം. ഇത് വേണ്ട, പിസ്റ്റൽ പോലെ. അതായത് പിസ്റ്റൽ മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ പൊന്നി, ഇവിടെ ഏതാ ബിൽഡിങ്? ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ കൂട്ടുകാരൻ തന്നയച്ച ഡോൺ എടുത്ത് പൊക്കി. എൻ്റെ പൊന്നെ, ഇത് എന്ത് മേളിലാണ്? നമ്മുടെ സിറ്റിയുടെ വികസനം നോക്കി.
ഓക്കെ, ഏറ്റവും വലിയ ഇതാണ് ഏറ്റവും വലിയത്. ഓക്കെ, അപ്പം ഇവിടാണ് നമുക്കപ്പോൾ എന്താ ഇപ്പം സ്പോൺ ചെയ്യുക ഗൈസ്? 3 ഗൈസ്, തല കറക്കുന്ന പോലെ ആദ്യം. അയ്യോ, എൻ്റെ കഴുത്തിൽ എന്തോ ഉണ്ടല്ലോ ഗൈസ്. എന്താ ഇപ്പം എടുക്കുക? ആദ്യം എന്നെ വെടിവെച്ചതുപോലെ ഗൈസ്. അയ്യോ അമ്മ, എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര പാടായിട്ട് തോന്നുന്നു. അയ്യോ, എൻ്റെ കാലിനൊക്കെ എന്തോ പറ്റിയതുപോലെ. ഇത് GTA 5 ആൾക്കാരുടെ പണിയാണോ? അവർ സയൻറ്റിഫിക്കലി ഒക്കെ ഭയങ്കര വേളയാണ്. അപ്പം നമുക്ക് വേഗം പോയി ഇതിൻ്റെ അകത്ത് കയറണം. എൻ്റെ പൊന്നെ, ഞാൻ സ്ലോ മോഷനിലായി പോയതുപോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് ഗൈസ് ഒന്നുമില്ലായിരുന്നു. എൻ്റെ ദേഹത്ത് അവരെന്തോ ട്രാങ്കുലൈസ് തരുഞ്ഞ്, മറ്റേ നമ്മുടെ ഗ്രാനിയിലൊക്കെ ഉള്ളത് പോലത്തെ ട്രാങ്കുലൈസ് തരും. അത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാതെ സ്ലോ ഔട്ടായിപ്പോയി. അതാണ് അവരെന്നെ ആക്കിയത്. ഓക്കെ, അപ്പോൾ ഈ ബിൽഡിങ് തന്നെയാണെന്നാണ് പറഞ്ഞത് സെക്യൂരിറ്റി ഗാർഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾക്ക് അവരൊരു സംഭവം തന്നു, 330. അയ്യോ, എന്താ ഇത്? 330 അടിക്കുമ്പോൾ എന്തോ സാധനം ഗൈസ്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ GTA 5 ആൾക്കാർ ഭയങ്കര പണിയെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയ പണിയാണ് ഒപ്പിക്കുന്നത്. അവരിപ്പോൾ ആഡ്സൊക്കെ നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവരുന്നു നമ്മുടെ നാട്ടിൽ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. ഇതിൽ ഹീലിയോ ഹൈഡ്രജനോ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇതും പൊക്കിക്കൊണ്ട് നമുക്ക് പോകാം. നമ്മളിപ്പോൾ സീക്രട്ട് ഏജൻ്റാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ GTA 5 പോകും. അപ്പോൾ ഈ നമ്മളും GTA 5 ആയിട്ടുള്ള തർക്കം എങ്ങനെ ഉണ്ടായെന്ന് അറിയാത്ത ആൾക്കാർക്ക് ആ വീഡിയോ കാണിക്കാം. GTA 5 വേഴ്സസ് IBD 3D. ആ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇത് ഇവിടെ ഇരിക്കുന്ന കണ്ട പ്രശ്നമാണ്. അവരും പറഞ്ഞ് പൊട്ടിച്ചോളാൻ. ഇതിന് നമുക്ക് പൊട്ടിക്കണം. ഓക്കെ, ഇനി ദൂരെ ഇവിടുന്ന് വല്ലതും തറയണം, നമ്മൾ തീരും. ഓക്കെ, അവിടെ എന്തോ ഗൈസ് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സ്ലൈഡർ പോലത്തെ ഒരു സാധനം. ഇതെന്താണിത് ഗൈസ്? എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ആദ്യം ഇവിടെ ഉണ്ടാക്കി വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇവിടെയാണ് നമ്മൾ ഗാർഡ് ചെയ്യേണ്ടത്. ഇത് സാധനം പൊട്ടത്തില്ലെന്ന് തോന്നുന്നു. സോ ഇതിന് നമുക്ക് തള്ളിക്കൊണ്ട് പോകണമല്ലോ. കുഴപ്പമില്ല, ഇതിവിടെ ഇരിക്കട്ടെ. ഇതെന്താ ഇത് ഗൈസ്? എനിക്കെന്തോ പറ്റുന്നു ഗൈസ്. ഓക്കെ, നമുക്ക് ഗാർഡ് ചെയ്യാം. ആരെങ്കിലും വന്നാൽ ഇപ്പം വെടിവെക്കും. എവിടുന്നെങ്കിലും ആരെങ്കിലും വന്ന് ഈ ജെറ്റ് പാക്ക് ഇവിടെ വന്നതും പ്രശ്നമാണെന്ന് എനിക്കിപ്പം തോന്നും. എന്തെങ്കിലും കെമിക്കൽ വല്ലതും ലീക്കാവും. ഇതെന്താ ഗൈസ്? ഇതൊക്കെ ആരും ഇവിടെ ഉണ്ടാക്കി വെക്കുന്നതാ? ഇതെന്താ ഇത്? എനിക്ക് തോന്നുന്നു അവർ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ആയാൽ പ്രശ്നമാവും. അപ്പോൾ അവർ ലോസ് ഏഞ്ചലസ് അല്ല, ലോസ് ആൻഡോസ് ആണ്. ലോസ് ഏഞ്ചലസ് വേറെ, ലോസ് ആൻഡോസ് വേറെ. അപ്പോൾ ലോസ് ഏഞ്ചലസിൽ നിന്ന് അവർ വന്നിട്ട് തെറ്റിപ്പോയി. ലോസ് ആൻഡോസിൽ നിന്ന് അവർ വന്നിട്ട് ഇവിടെ ലാൻഡ് ആവും. ഇത് മറ്റേ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ നാട് വരെയുള്ള ഒരു വഴിയാണ്. ഇത് അവരുണ്ടാക്കിയത്. അപ്പോൾ അവർ എയ്റോപ്ലെയിനിലോ ഹെലികോപ്റ്ററിലോ വന്ന് അവിടെ ചാടും. അത് നേരെ ഒന്ന് ലാൻഡ് ചെയ്യാൻ നോക്കിയാൽ നമ്മളൊക്കെ തീർക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇതാ വിളിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ മറ്റൊരു കോളിൽ തിരക്കാണ്. പിന്നെ എന്നെയല്ലേ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചേ മണ്ടൻ? ഇതാതിപ്പോൾ വിളിക്കുന്നത്. ഹലോ, ഞാനാണ് ട്രാവൽ. ഹലോ, ആരാണ് നിങ്ങൾ? ഹലോ മൈക്കിളെ, നമുക്കിപ്പോൾ ബോംബിടാൻ പോകണം. എവിടെ ഇത് ട്രാവലാണ് സൈസ്? എനിക്ക് തോന്നുന്നത് നമുക്ക് ഫോണിൽ ടാപ്പ് ചെയ്ത് കിട്ടി. പ്രൊഫസർ സുഗുണം സോമൻ പറഞ്ഞായിരുന്നു. പ്രൊഫസർ അല്ല, പോലീസ് സോമൻ പറഞ്ഞായിരുന്നു നമുക്കിതേപോലെ ഫോണൊക്കെ ടാപ്പ് ചെയ്ത് തരാമെന്ന്. അതെ, നമുക്കിപ്പോൾ സൗണ്ട് മാറ്റി സംസാരിക്കാം. അതെ ട്രാവൽ, ഞാൻ മൈക്കിളാണ്. എടാ പൊട്ട കഴുതേ, നിന്നല്ലേ പറഞ്ഞ് നമുക്കൊരു ആറ്റം ബോംബ് ഇടാൻ. ആറ്റം ബോംബ് ഞാനിപ്പോൾ ലീഗലി മേടിച്ചിട്ടുണ്ട്. പോലീസുകാർ വല്ലോ അത് നമ്മളെ തീർത്ത് കളയും. ഗൈസ്, വാട്ട് ഇസ് ദിസ് സ്പീക്കിംഗ് ഗൈസ്? ഇത് വല്ലാത്ത പ്രശ്നം പിടിച്ചാണ് ആറ്റം ബോംബിൻ്റെ കാര്യമൊക്കെ പറയുന്നത്.
നിൻ്റെ സൗണ്ട് എപ്പോഴാടാ മാതി ഫ്രാങ്കിളിനെ? അയ്യോ ഫ്രാങ്കിളിനല്ല, നീ മൈക്കിളല്ലേടേ. ഹാൻഡ്സ് അപ്പ്, ഞാനാണ് ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. ഓ മൈക്കിളേ, ഇവനാണ് നമ്മുടെ എനിമി. നമ്മുടെ ഈ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ഫീൽഡിലുള്ള നമ്മുടെ എനിമി ഇവനാണ്. നമ്മളുണ്ടാക്കിയ പാലമൊക്കെ ഇവൻ കണ്ടു കാണും. ഞാനെല്ലാം കണ്ട്. ഞാനിവിടെ ബിൽഡിങ്ങിൽ നിരീക്ഷണത്തിലാണ്. നാളെ നമ്മൾ ബോംബിടാനാണ് പ്ലാൻ ചെയ്തത്. നിൻ്റെ പുതിയ സിറ്റിയിൽ ബോംബിടണം ഞങ്ങൾക്ക്. പോടാവാ. ഇവർ നിർത്തിയും ചെയ്ത് നമുക്കിവിടെ നിന്ന് എന്തായാലും ഗാർഡ് ചെയ്യണം. നമുക്ക് സ്നൈപ്പർ കൈ പിടിച്ചിട്ടേ നോക്കിക്കോളാം. എന്തെങ്കിലും വരുന്ന കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ ഗൈസ്, വാട്ട് ഈസ് ദാറ്റ്? എവിടെ എന്തോ ജെറ്റ്? അയ്യോ GTA 5 ആൾക്കാരാണ്. ഹാൻഡ്സ് അപ്പ്. അയ്യോ കാണാനും വയ്യേ. GTA 5 ആൾക്കാർ ജെറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ്ട എനിക്കിതിനെ വെടിവെച്ചേ പറ്റൂ. ഹാൻഡ്സ് അപ്പ്. ജെറ്റ് എന്തിനാ ഇപ്പോൾ ഹാൻഡ്സ് അപ്പ് ചെയ്യുക? അയ്യോ ഈ ജെറ്റുകാർ പോയി. ജെറ്റ് ഭയങ്കര സ്പീഡിൽ പറന്നുപോയി ഗൈസ്. അപ്പോൾ ഇപ്പോൾ എവിടെ വേണമെങ്കിലും അറ്റാക്ക് കിടക്കാം. ഞാൻ അന്തരീക്ഷം ചുമ്മാ എൻ്റെ ബുള്ളറ്റൊക്കെ കളയുന്നു. എന്തിനാണെന്ന് എനിക്ക് തന്നിട്ട്, കാരണം നമ്മുടെ നാട് ഡേഞ്ചറിലാണ്. എൻ്റെ പൊന്നേ, ഇപ്പോൾ അവർ വന്നാൽ പണിയാവും കേട്ടോ. ഗ്ലിച്ച് ആവുന്ന ഈ ഗെയിം. ഗ്ലിച്ച് അവരാന്ന് തോന്നുന്നു. ഗ്ലിച്ച് മഴ ചെയ്ത് നമ്മുടെ ജുറാസിക് പാർക്ക് അവിടെ. ഹലോ ഫ്രാങ്ക്ലിൻ, ഹലോ മൈക്കിൾ, നിങ്ങൾക്ക് കേൾക്കാമോ? ഹലോ ട്രെവർ മാമ, കേൾക്കാമോ? ഫ്രാങ്ക്ലിനെ, നീ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D നാട്ടിലെത്തിയോ? അതെ, എപ്പോഴേ എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഹെലികോപ്റ്ററിലല്ല, പകരം ഒരു ജെറ്റാണ്. ജെട്ടിൽ നിന്നിപ്പോൾ ചാടി ഞാൻ ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിൽ നിന്നാണ്. കാരണം ആ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ വെടിവെക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിലാണ്. നമ്മുടെ ജെറ്റ് അവിടെ പോകുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൈക്കിൾ, ഇനി ഞാൻ എന്ത് ചെയ്യണം? മോനെ ഫ്രാങ്ക്ലിനെ, നീ അവിടെ ഫുള്ള് സ്റ്റിക്കി ബോംബ് നിറയ്ക്കണം. അതാ ഓക്കെ, താങ്ക് യു മൈക്കിൾ. ഓ മൈക്കിളെ, നീയും ജെറ്റിലുണ്ടല്ലേ? അതെ, ഞാനിവിടെ ഫുള്ള് ചുറ്റുന്നതായിരിക്കും എപ്പോഴും. കാരണം ഞാനും നീയും ട്രെവറും ഇപ്പോൾ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D നാട്ടിലുണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും ജെറ്റിൽ നിന്ന് അവിടെ ചുറ്റുന്നുണ്ടായിരിക്കും. ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ കാണാതെ ചുറ്റണം. എൻ്റെ പേരെന്തിനാണോ ട്രെവറെ പറയുന്നത്? അയ്യോ, നിൻ്റെ പേരും മറ്റവൻ്റെ പേരും ഒരേപോലല്ലേ? അയ്യോ, അവനെൻ്റെ ചേട്ടനുവാ. അവൻ എവിടെ ഉണ്ടെന്ന് ഞാൻ നിരീക്ഷിക്കട്ടെ. നമ്മളുണ്ടാക്കിയ പാലം. അവൻ ഇവിടെ ഉണ്ട്. യെസ്, ഐ ഫൈൻഡ് ഹിം. നമുക്കവനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം. അല്ല, അവനെന്താ നിന്നെ കാണാത്തേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കാമത കൊണ്ട് അവനെ കാണാം. പക്ഷെ അവനെന്താ നിന്നെ കാണാത്തേ? ഞാനൊരു ഇൻവിസിബിൾ ഒരു നമ്മുടെ ഡോൺ വിട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അവൻ്റെ ഒരു ജെറ്റ് പാക്കും ഉണ്ട്. അപ്പോൾ അവൻ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആവാം. ഓക്കെ, നമ്മുടെ ജെറ്റെല്ലാം ഇവിടെ തന്നെ ചുറ്റുന്നുണ്ടല്ലോ മൈക്കിൾ. അതെ, അവൻ്റെ വീടും അവളുണ്ട്. ശരി, ആദ്യം തന്നെ എങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി ബോംബ് സ്ഫോടനം നടത്ത്. വേണ്ട, എയർപോർട്ടാണ് ബെസ്റ്റ്. കാരണം നാളെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയുടെ മേയർ ഇവിടെ വരും. അപ്പോൾ മേയർ വരാതിരിക്കാൻ എല്ലാ എയ്റോപ്ലെയിനിലും ബോംബിട്. ഓക്കെ മൈക്കിൾ. ഗൈസ്, എന്തോ ഒരു പൊട്ടിക്കഥ നടക്കുന്നു. ഓ മൈ ഗുഡ്നസ്, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ആരോ ബോംബ് വെച്ച്. നമ്മുടെ ഇവിടെയും ബോംബ് വെച്ച്. കാരണം ഇവിടെ നിന്ന് നമ്മുടെ മേയറിൻ്റെ പ്രൈവറ്റ് ജെറ്റ്, നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയുടെ മേയറിൻ്റെ പ്രൈവറ്റ് ജെറ്റ് കാണുന്നില്ല. എൻ്റെ വീടിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ സോമൻ, കോൺസ്റ്റബിൾ ജോണി, എല്ലാവരും പോയോ? ഓ മൈ ഗോഡ്. വെയിറ്റ്, എനിക്കെന്തോ ക്ലൂ കിട്ടി. എന്തോ ഉണ്ട് ഇവിടെ. വാട്ട് ഈസ് ദ ആരുടെ ബൈക്കല്ലേ ഇത്? എനിക്ക് തോന്നുന്നത് ഫ്രാങ്ക്ലിൻ്റെയോ മൈക്കിളിൻ്റെയോ ട്രെവറാവാനാണെന്ന് സാധ്യത. കാരണം ഇത് മൈക്കിളിൻ്റെ അല്ലായിരിക്കും, ട്രെവറിൻ്റെ അല്ലായിരിക്കും, ഫ്രാങ്ക്ലിൻ്റെയാണ്. അവൻ എൻ്റെ ഇളയ അനിയനാണ്. എന്നാലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഗൈസ്. സോ ഇതിന് ഡേഞ്ചർ പിടിച്ച കളിയാണ്. ഇനി എനിക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കി നോക്കാം, എന്തെങ്കിലും ചെയ്തു നോക്കാം. ഓക്കെ മൈക്കിൾ, ഇപ്പോൾ എല്ലാം കാര്യങ്ങൾ ശരിയായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ കത്തിച്ചു. ഇവൻ ഇപ്പോഴും ഗാർഡിങ്ങിൽ നിൽക്കുവാണല്ലോ. ഇവൻ പൊട്ടൻ എന്തിനാണോ ഈ ഗാർഡിങ്ങിൽ നിൽക്കുന്നത്? ഇവനുമായിട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സോ നമ്മളിപ്പോൾ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D നാട്ടിലെത്തിയല്ലോ. അതെ, ആ ജെറ്റൊക്കെ ഇവിടെ സുന്ദരമായി പോന്ന്. ഹലോ ജെറ്റേ, എന്തൊക്കെയുണ്ട്? നമ്മുടെ ജെറ്റൊക്കെയാണ്. നമ്മൾ ഫുൾ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ടേക്ക് ഓവർ ചെയ്തേക്കുക. ഇനി ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ? അതെ ഗൈസ്, ഇനി ഇവനെ കൊല്ലാവുന്നേ ഉള്ളൂ ഒരുപാട്. ഗൈസ്,
ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ ട്രെയിൻ ഓടിക്കുന്ന ആൾ ബാബുവാണ്. എന്താ ട്രെയിൻ ലോക്കോ പൈലറ്റ്? എന്താ ബാബു സാർ? എൻ്റെ കാര്യം കട്ടപ്പുകയാണ്. ഇവിടെ മഹാപ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഫ്രാങ്ക്ലിൻ, ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ, നമ്മുടെ ട്രെയിന് ഇതിനൊക്കെ എന്തൊക്കെയോ പറ്റുന്നു. ഞങ്ങളെ സഹായിക്കണം. ഓക്കെ ഗൈസ്. ബുള്ളറ്റ് കയറാൻ പറ്റുന്നില്ലേ? എനിക്ക് അടുത്ത ബുള്ളറ്റ് വിളിക്കാം. 999 അടിച്ചാൽ ബുള്ളറ്റ് വരും. നമ്മളെല്ലാം ബുള്ളറ്റിലും കയറുക, വേഗം സ്ഥലം വിടുക. കാരണം നമുക്ക് ഡേഞ്ചറിലാണ് നമ്മുടെ നാട് ഫുള്ള്. GTA 5 ഫ്രാങ്ക്ലിനാണ് മെയിൻ കുഴപ്പം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗണ്ണെടുത്തോണം. എൻ്റെ ബൈക്ക് തള്ളിയിടല്ലേ. ഓക്കെ, നമ്മുടെ ആളാണിത്. അത് പിടിക്കല്ലേ. സൂപ്പർ സ്പൈ ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. താങ്ക് യു. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്തേര് ഗൈസ്. ഒരു കുഴപ്പവുമില്ല ഗൈസ്, ഞാനിവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതാ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു ഡ്രോണോ? എൻ്റെ പൊന്നെ, ട്രെയിൻ അടിക്കാൻ വരുന്നത്. പോടാ ഫ്രാങ്ക്ലിനെ, ഇന്ത്യൻ ഫ്രാങ്ക്ലിനെ, നീ തീർന്ന്. ഓ മൈ ഗോഡ്, അതിത്